ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ലേൺ സി എം എ ഓൺലൈൻ ക്ലാസ്സസ്. എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്ന നമ്മുടെ സെയിൽ ഓഫ് ഗുഡ്സ് ആക്റ്റിലെ ഒരു ബാലൻസ് ടോപ്പിക്കുമായിട്ടാണ്. നമ്മൾ ഇന്ന് എടുക്കാമെന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഇംപ്ലോയ്ഡ് കണ്ടീഷൻസിൻ്റെ ടൈപ്സിനെ പറ്റിയാണ്. നമ്മൾ എന്താണ് കണ്ടീഷൻ, എന്താണ് വാറണ്ടി എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകൾ ഡിസ്കസ് ചെയ്തിരുന്നു. എല്ലാവരും അത് കണ്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. ഇംപ്ലോയ്ഡ് കണ്ടീഷൻ, നമ്മൾ കോൺട്രാക്റ്റ് പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇംപ്ലോയ്ഡ് കോൺട്രാക്റ്റും ഉണ്ട്, എക്സ്പ്രസ്ഡ് കോൺട്രാക്റ്റും ഉണ്ട്. അപ്പം നമുക്ക് അതുപോലെ കണ്ടീഷൻസിലും വാറണ്ടിയിലും ഇംപ്ലോയ്ഡ് കണ്ടീഷനും ഉണ്ട്, എക്സ്പ്രസ്ഡ് കണ്ടീഷനും ഉണ്ട്, എക്സ്പ്രസ്ഡ് വാറണ്ടി ഉണ്ട്. ഓക്കെ. അപ്പം നമ്മൾ എന്താണോ കോൺട്രാക്റ്റ് ആക്റ്റിൽ പഠിച്ചത് അത് തന്നെയാണ് നമ്മൾ സെയിൽ ഓഫ് ഗുഡ്സ് ആക്റ്റിൽ ഇംപ്ലോയ്ഡ് കണ്ടീഷനിലും ഇംപ്ലോയ്ഡ് വാറണ്ടിയിലും എക്സ്പ്രസ്ഡ് കണ്ടീഷനിലും എക്സ്പ്രസ്ഡ് വാറണ്ടിയിലും നമ്മൾ പഠിക്കുന്നത്. അവിടെ ആ കോൺട്രാക്റ്റ് എന്ന പേര് മാറ്റി അവിടെ കണ്ടീഷനൊന്നും വാറണ്ടിയൊന്നും ചേർക്കുന്ന ഒരു പാട് മാത്രമേ ഉള്ളൂ. എങ്കിലും ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാം. എന്താണ് മക്കളെ എക്സ്പ്രസ്ഡ് കണ്ടീഷനാണ് വാറണ്ടി, എന്താണ് ഇംപ്ലോയ്ഡ് കണ്ടീഷനാണ് വാറണ്ടി എന്ന്. എക്സ്പ്രസ്ഡ് കണ്ടീഷൻ ആൻഡ് വാറണ്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു കോൺട്രാക്റ്റിൽ എന്തെങ്കിലും ഒരു കാര്യം വാക്കാലോ നമ്മൾ എഴുതിയോ കൊടുത്ത് എക്സ്പ്രസ് ചെയ്ത് ആ ഒരു കോൺട്രാക്റ്റ് നമ്മുടെ ഹാൻഡ് റിട്ടണിലോ നമ്മൾ ഓറലിയോ റിട്ടണിലോ എക്സ്പ്രസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമുക്ക് എക്സ്പ്രസ്ഡ് കണ്ടീഷൻ ആൻഡ് വാറണ്ടി എന്ന് പറയാം. ഇനി ഇംപ്ലോയ്ഡ് എന്ന് പറഞ്ഞാൽ ലോയിൽ അത് പറഞ്ഞിട്ടുണ്ട്, പ്രിസ്യൂംഡ് ബൈ ലോ. അതായത് ഇംപ്ലോയ്ഡ് കണ്ടീഷൻ ആൻഡ് വാറണ്ടീസ് ആർ ദോസ് വിച്ച് ആർ ലോ ഇംപ്ലൈസ് ദ കോൺട്രാക്റ്റിൽ അത് ചെയ്യണമെന്ന് നിയമപരമായി അത് നമുക്ക് അറിയാം, നിയമപരമായി നമ്മളത് ചെയ്യണമെന്ന് നമുക്കറിയാം. അതാണ് നമ്മുടെ ഇംപ്ലോയ്ഡ് കണ്ടീഷൻ ആൻഡ് വാറണ്ടി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കതിൻ്റെ ടൈപ്സിലേക്ക് പോകാം. ഒന്നാമത്തെയാണ് കണ്ടീഷൻ ആസ് ടു ടൈറ്റിൽ. അതിൻ്റെ സെക്ഷൻ 14 സബ്സെക്ഷൻ എ ആണ്. സെക്ഷൻസ് ഒന്നും ആരും കോട്ട് ചെയ്യേണ്ട, അത്ര കോൺഫിഡൻസ് ഉള്ളവർ മാത്രം എക്സാം പോയിന്റ് ഓഫ് വ്യൂ സെക്ഷൻസ് കോട്ട് ചെയ്താൽ മതി. ഓക്കെ. ഒന്നാമത് എന്താണ് കണ്ടീഷൻ ആസ് ടു ടൈറ്റിൽ. നമ്മളൊരു ഗുഡ്സ് വിൽക്കുകയാണെങ്കിൽ നമുക്കതിന് ടൈറ്റിൽ ഉണ്ടായിരിക്കണം. ഓക്കെ. ആ ഒരു ട്രൂ ഓണർ ആയിരിക്കണം ആ ഒരു ബയ്യറിന് ആ ഒരു ഗുഡ്സ് വിൽക്കാൻ. അപ്പം ആ ട്രൂ ഓണർ ആയിരിക്കണം. അപ്പം അങ്ങനെ ട്രൂ ഓണർ അല്ലെങ്കിലുള്ള കേസൊക്കെ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യും. ഒന്നാമത് കണ്ടീഷൻ ആസ് ടു ടൈറ്റിൽ. ദെയർ ഈസ് ആൻ ഇംപ്ലോയ്ഡ് കണ്ടീഷൻ ഓൺ ദ പാർട്ട് ഓഫ് ദ സെല്ലർ. അതായത് ഇംപ്ലോയ്ഡ് കണ്ടീഷൻ ആണ് ഈ കണ്ടീഷൻ ആസ് ടു ടൈറ്റിൽ. അതിൻ്റെ ഒരു പാർട്ടാണ്. ഓക്കെ. അത് ഇൻ ദ കേസ് ഓഫ് സെയിലും ഉണ്ട്, ഇൻ ദ കേസ് ഓഫ് എഗ്രിമെൻറ്റ് ടു സെല്ലും ഉണ്ട്. അപ്പം സെയിൽ എന്താണ്, എഗ്രിമെൻറ്റ് ടു സെൽ എന്താണ് ഞാൻ പിന്നെയും പറയുന്നില്ല, നിങ്ങൾക്കെല്ലാം അറിയാമെന്ന് വിശ്വസിക്കുന്നു. അപ്പം ആർക്കെങ്കിലും അറിയില്ല എങ്കിൽ മുമ്പുള്ള ക്ലാസ്സുകൾ നമ്മുടെ കണ്ടു നോക്കാം. ഓക്കെ. അപ്പോൾ സെയിലിൻ്റെ കേസിലാണെങ്കിൽ നമ്മുടെ സെല്ലറിന് ആ ഒരു ബയ്യറിന് ആ ഒരു ഗുഡ്സ് വിൽക്കാനുള്ള റൈറ്റ് ഉണ്ടെന്നാണ് പറഞ്ഞത്. ഇനി ഇൻ ദ കേസ് ഓഫ് എഗ്രിമെൻറ്റ് ടു സെല്ലിൻ്റെ കേസിലാണെങ്കിൽ എപ്പോഴാണോ ആ ഗുഡ്സ് ആ ഒരു പ്രോപ്പർട്ടി പാസ് ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ടൈമിൽ ആ ഒരു സെല്ലറിന് ആ ഒരു ഗുഡ്സ് ബയ്യറിലേക്ക് വിൽക്കാനുള്ള ടൈറ്റിൽ ഉണ്ടായിരിക്കണം. അപ്പം സെയിലിൻ്റെ കേസിലാണെങ്കിൽ ആ ഒരു ഗുഡ്സ് വിൽക്കാനുള്ള റൈറ്റ് ഉണ്ട്. ഇനി എഗ്രിമെൻറ്റ് ടു സെല്ലിൻ്റെ കേസിലാണെങ്കിൽ എപ്പോഴാണോ നമ്മൾ ആ ഗുഡ്സ് വിൽക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് ആ ഒരു ടൈമിൽ നമുക്ക് ആ ഗുഡ്സ് ബയ്യറിന് വിൽക്കാനുള്ള റൈറ്റ് ഉണ്ടായിരിക്കണം. ഇനി ഏതെങ്കിലും തരത്തിൽ നമ്മുടെ സെല്ലറിൻ്റെ ടൈറ്റിൽ ഡിഫക്റ്റീവ് ആവുകയാണെങ്കിൽ ഉറപ്പായിട്ടും എന്തോ ചെയ്യണം, ബയ്യർ ആ ട്രൂ ഓണർ, അതായത് ഇപ്പം എ എന്ന് പറഞ്ഞൊരു വ്യക്തി ബിക്ക് തൻ്റെ ഒരു വാച്ച് കൊടുത്തു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗുഡ്സ് കൈമാറി. ആ ഗുഡ്സ് കൈമാറുമ്പം ബി അറിയുകയാണ്, കൈമാറിയതിന് ശേഷമാണ് ബി അറിയുന്നത് എ എന്ന ആളുടെ ഒറിജിനൽ ടൈറ്റിലല്ല, അതായത് അദ്ദേഹം ഈ ഒരു ഗുഡ്സിൻ്റെ ട്രൂ ഓണർ അല്ലെന്ന് അപ്പോഴാണ് ബി അറിയുന്നത്. സി എന്ന് പറഞ്ഞ ആ ഒരു വ്യക്തിയാണ് അതിൻ്റെ ട്രൂ ഓണർ. അപ്പം സി വന്ന് ചോദിക്കുകയാണെങ്കിൽ ബി ഉറപ്പായിട്ടും ആ ഒരു ഗുഡ്സ് നമ്മുടെ സിക്ക് മസ്റ്റായിട്ടും റിട്ടേൺ ചെയ്തിരിക്കണം. എന്നിട്ട് നമ്മുടെ ബിക്ക് വന്ന ആ ഒരു നഷ്ടപരിഹാരം ആരിൽ നിന്നും വാങ്ങിച്ചിരിക്കണം, എ എന്ന ആ ഡിഫക്റ്റീവ് സെല്ലറിൻ്റെ കയ്യിൽ നിന്നും വാങ്ങിച്ചിരിക്കണം. അതാണ് ഇവിടെ പറയുന്നത്. അതായത് ഏതെങ്കിലും ഒരു തരത്തിൽ സെല്ലറിൻ്റെ ടൈറ്റിൽ ഡിഫക്റ്റീവ് ആവുകയാണെങ്കിൽ ബയ്യർ ആ ട്രൂ ഓണറിന് ഗുഡ്സ് കൊടുക്കുകയും എന്നിട്ട് ആ ഒരു സെല്ലറിൻ്റെ കയ്യിൽ നിന്ന്, അതായത് ഡിഫക്റ്റീവ് സെല്ലറിൻ്റെ കയ്യിൽ നിന്ന് തനിക്ക് ചിലവായ പ്രൈസ് എന്താണോ ആ ഒരു കാര്യം അത് റിക്കവർ ചെയ്ത് വാങ്ങിക്കാനുള്ള അവകാശം ആർക്കുണ്ട്, നമ്മുടെ ബയ്യറിനെ സംബന്ധിച്ച് ഉണ്ട്. അതാണ് ഒന്നാമത്തെ കേസിൽ പറയുന്നത്. ഇനി രണ്ടാമത്തെ ടൈപ്പാണ് സെയിൽ ബൈ ഡിസ്ക്രിപ്ഷൻ. അതായത് നമ്മൾ ഡിസ്ക്രിപ്ഷൻ കണ്ടുകൊണ്ട് നമ്മൾ ഒരു സെയിൽ നടത്തുന്ന കേസാണ് സെക്ഷൻ 15 അവർ പറയുന്നത്. നോക്കാം. വെൻ ദെയർ ഈസ് ആൻ കോൺട്രാക്ട് ഓഫ് സെയിൽ ഓഫ് ഗുഡ്സ് ബൈ ഡിസ്ക്രിപ്ഷൻ ദെയർ ഈസ് ആൻ ഇംപ്ലോയ്ഡ് കണ്ടീഷൻ ദാറ്റ് ദ ഗുഡ്സ് ഷാൾ കറസ്പോണ്ട് വിത്ത് ദ ഡിസ്ക്രിപ്ഷൻസ്. അതായത് നമ്മളിപ്പോൾ ഒരു ഗുഡ്സിൻ്റെ നമ്മൾ കാണാതെ ആ ഒരു ഗുഡ്സിൻ്റെ ഡിസ്ക്രിപ്ഷൻ വായിച്ചുകൊണ്ട് നമ്മളൊരു ഗുഡ്സ് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഗുഡ്സ് മറ്റൊരാളുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുകയോ അല്ലെങ്കിൽ ഒരാൾ മറ്റൊരാൾക്ക് അത് ഗുഡ്സ് വിൽക്കുകയോ ചെയ്യുകയാണ് എങ്കിൽ ആ പറഞ്ഞിരിക്കുന്ന ഡിസ്ക്രിപ്ഷനോട് സമാനമായിരിക്കണം നമ്മുടെ കൈ കിട്ടുമ്പോഴുള്ള ആ ഗുഡ്സിൻ്റെ
മൂല്യം. അതായത് ഞാൻ ഒന്നും കൂടെ പറഞ്ഞുതരാം. ഇപ്പം നമ്മൾ ഡിസ്ക്രിപ്ഷൻ വായിക്കുമ്പോൾ ആ ഒരു ഗുഡ്സിന് ഇന്ന ക്വാളിറ്റി ഉണ്ട്, അല്ലെങ്കിൽ ആ ഗുഡ്സിന് ഇന്ന കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ടെന്ന് ഡിസ്ക്രിപ്ഷൻ വായിക്കും നമുക്ക് ഗുഡ്സിൻ്റെ A to Z കാര്യം നമുക്ക് അറിയാൻ പറ്റും. അപ്പം നമ്മുടെ കയ്യിലേക്ക് ആ ഗുഡ്സ് കിട്ടുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾക്ക് നമ്മുടെ കണ്ണാൽ നമ്മൾ കാണുമ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്ന നമ്മുടെ കൈ കിട്ടുന്ന ഗുഡ്സും നമ്മൾ വായിച്ച ഡിസ്ക്രിപ്ഷനുമായിട്ട് ഈക്വൽ ആയിരിക്കണം, കറസ്പോണ്ട് എന്ന് പറഞ്ഞാൽ സമാനമായിരിക്കണം എന്നാണ് പറയുന്നത്. ഇനി ആ ഒരു ഡിസ്ക്രിപ്ഷനിലെ ഗുഡ്സ് അല്ല എങ്കിൽ ഉറപ്പായിട്ടും ആ ഒരു ബയ്യറിന് ആ ഒരു ഗുഡ്സ് റിജക്റ്റ് ചെയ്യാൻ പറ്റും. ബയ്യർ ക്യാൻ റിജക്ട് ദ ഗുഡ്സ്. ബയ്യറിന് ആ ഗുഡ്സ് റിജക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതാണ് രണ്ടാമത്തെ കേസിൽ പറയുന്നത്. ഇനി തേർഡ് വണ്ണി പറഞ്ഞത് സെയിൽ ബൈ സാമ്പിൾ. സെയിൽ ബൈ സാമ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മൾക്കിപ്പം ബൾക്കായിട്ട് കുറച്ച് പ്രോഡക്റ്റ് അല്ല ഗുഡ്സ് വേണം. അപ്പോൾ നമുക്ക് ബൾക്കായിട്ട് ഗുഡ്സ് വേണം. അപ്പോൾ നമ്മൾ ഈ ബൾക്കായിട്ട് ഗുഡ്സ് നമ്മൾ പെട്ടെന്ന് എടുക്കുകയാണ് ചെയ്യുന്നത്. അല്ല, നമ്മൾ ആദ്യമേ നമ്മുടെ സെല്ലർ നമുക്ക് കുറച്ച് ഒരു സാമ്പിൾ കാണിക്കും. ഇപ്പം നമ്മൾ എന്താ പറയുന്നത്, ഇപ്പം ബൾക്കായിട്ട് നമുക്ക് കുറച്ച് അരി വേണം. അരി വാങ്ങിക്കുമ്പം നമ്മൾ 10 കിലോ അരി നമുക്ക് വേണ്ടത്, പക്ഷേ 10 കിലോ നമ്മൾ ഒറ്റയടിക്ക് വാങ്ങിക്കാമെന്ന് ചെയ്യുന്നത് അല്ല. ഈ അരി നമ്മൾ ഉദ്ദേശിച്ച ഇത് ഇപ്പോൾ ബിരിയാണി അരിയാണ് വേണ്ടെങ്കിൽ നമുക്ക് ഇന്ന മന്തി റൈസ് വേണ്ടെങ്കിൽ നമുക്ക് ഇത് മന്തി വെക്കാൻ ഈ അരി കൊള്ളാവോ എന്നൊക്കെ നമ്മൾ ടെസ്റ്റ് ചെയ്യും. ടെസ്റ്റ് ചെയ്യുന്നൊരു സാമ്പിളിലൂടെ അതിന് കുറച്ച് നമ്മൾ വെച്ച് നോക്കും. അപ്പോൾ നമ്മൾ ആദ്യമേ നമ്മൾ സാമ്പിൾ ചെയ്ത് നോക്കുമ്പം നമുക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ, പക്ഷെ നമ്മുടെ കയ്യിൽ ആ ഗുഡ്സ് കിട്ടുമ്പം നമ്മൾ ഉദ്ദേശിച്ച ക്വാളിറ്റിയോ അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച സ്മെല്ലോ ടേസ്റ്റോ ഒന്നും പിന്നീട് കിട്ടുന്ന നമ്മുടെ കൈ കിട്ടുന്ന അരിക്ക് ഇല്ല എങ്കിൽ അതും നമ്മുടെ ബയ്യറിന് എന്തോ ചെയ്യാൻ പറ്റും, ആ ഗുഡ്സ് റിജക്റ്റ് ചെയ്യാനുള്ള അധികാരമുണ്ട്. നമുക്ക് നോക്കാം. ഇൻ ദ കേസ് ഓഫ് കോൺട്രാക്ട് ഓഫ് സെയിൽ ബൈ സാമ്പിൾ ദർ ഇസ് ആൻ ഇംപ്ലൈഡ് കണ്ടീഷൻ. അതായത് സെയിൽ ബൈ സാമ്പിൾ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഇംപ്ലൈഡ് കണ്ടീഷനാണ്. ഇതൊന്നും കോൺട്രാക്റ്റിൽ എടുത്ത് പറയണം എന്നില്ല. ഇതൊക്കെ ഈ സെയിൽ ബൈ സാമ്പിളിനകത്ത് എന്തെങ്കിലും ഡിഫക്റ്റീവ് നടക്കുകയാണെങ്കിൽ ബയ്യറിന് ഉറപ്പായിട്ടും ആ ഒരു ഗുഡ്സ് റിജക്റ്റ് ചെയ്യാനുള്ള അവകാശമുണ്ട്. ദാറ്റ് ദ ബൾക്ക് ഷാൾ കറസ്പോണ്ട് വിത്ത് എ സാമ്പിൾ ഇൻ ക്വാളിറ്റി. അതായത് സാമ്പിളിലുള്ള ക്വാളിറ്റി, സാമ്പിളിന് നമുക്ക് കിട്ടുന്ന ക്വാളിറ്റി എന്താണോ അത് നമ്മുടെ കയ്യിലും ആ ഗുഡ്സ് കിട്ടുമ്പോൾ ആ ഒരു ക്വാളിറ്റി ഉണ്ടായിരിക്കണം. അതായത് കറസ്പോണ്ട് എന്ന് പറഞ്ഞാൽ സമാനമായിരിക്കണം. that the buyer shall have reasonable opportunity of comparing the bulk with the sample. ബയ്യറിന് എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റി ഉണ്ട് ആ ബൾക്ക് നമ്മൾ പർച്ചേസ് ചെയ്യുന്ന ബൾക്ക് പ്രൊഡക്റ്റ് നമ്മൾ ടെസ്റ്റ് ചെയ്ത സാമ്പിൾ ഗുഡ്സുമായിട്ട് കമ്പയർ ചെയ്യാനുള്ള അവകാശം ആർക്കുണ്ട്, നമ്മുടെ ബയ്യറിനുണ്ട്. റീസണബിൾ ഓപ്പർച്യൂണിറ്റി നമ്മുടെ ബയ്യറിന് ഉണ്ട്. പിന്നെ പറയുന്നത് എന്താ, that the goods shall be free from any defect rendering them unmerchantable which would not be apparent ഓൺ റീസണബിൾ എക്സാമിനേഷൻ ഓഫ് ദ സാമ്പിൾ. അതായത് ആ സിമ്പിളാക്കി പറഞ്ഞാൽ നമുക്ക് അത്രയും എഴുതണ്ട, നിങ്ങൾക്ക് വേണേൽ ആ ഒരു സെൻറ്റൻസ് ചുരുക്കി എഴുതാം. എങ്ങനെയാക്കി എഴുതാം, ദർ ഷുഡ് നോട്ട് ബി എനി ലേറ്റൻറ്റ് ഡിഫക്റ്റ്. അതായത് ഒളിഞ്ഞു കിടക്കുന്ന എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ട് എങ്കിൽ അപ്പോഴും നമ്മുടെ ബയ്യറിന് എന്തിനുള്ള അവകാശമുണ്ട്, ആ ഗുഡ്സ് റിജക്റ്റ് ചെയ്യാനുള്ള അവകാശമുണ്ട്. അതാണ് നമ്മുടെ സെയിൽ ബൈ സാമ്പിളിൽ സെക്ഷൻ 70 അവർ പരാമർശിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി ഫോർത്ത് വൺ, സെയിൽ ബൈ സാമ്പിൾ ആസ് വെൽ ആസ് ഡിസ്ക്രിപ്ഷൻ. അതായത് സാമ്പിളും ഡിസ്ക്രിപ്ഷനും ഒരുപോലെ വരുമ്പോൾ ഉള്ള സെയിൽസിനെ പറ്റിയാണ് പറഞ്ഞത്. അവിടെ നമ്മൾ ഇംപ്ലൈഡ് കണ്ടീഷൻ എന്താണെന്ന് നോക്കാം. ഇഫ് ദ സെയിൽ ഈസ് ബൈ സാമ്പിൾ ആസ് വെൽ ആസ് ബൈ ഡിസ്ക്രിപ്ഷൻ ദ ഇംപ്ലൈഡ് കണ്ടീഷൻ ദ ബൾക്ക് ഓഫ് ഗുഡ്സ് സപ്ലൈഡ് ഷാൾ കറസ്പോണ്ട് ബോത്ത് വിത്ത് എ സാമ്പിൾ ആൻഡ് ഡിസ്ക്രിപ്ഷൻ. അതായത് നമ്മളൊരു ഗുഡ്സിൻ്റെ ഡിസ്ക്രിപ്ഷനും സാമ്പിളും ഇപ്പോൾ നമ്മൾ ഡിസ്ക്രിപ്ഷൻ വായിക്കുന്നത് തന്നെ നമുക്ക് സാമ്പിളിലൂടെ കിട്ടണം. അപ്പോൾ നമ്മൾ ഒരു ഗുഡ്സ് നോക്കുക, ഒരു മൊബൈൽ ഫോൺ വാങ്ങിക്കുക, ഓൺലൈനായിട്ട് നമ്മളൊരു മൊബൈൽ ഫോൺ വാങ്ങിക്കുക. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളെല്ലാം അവർ കൊടുത്തിട്ടുണ്ട്, സാമ്പിൾ നമ്മൾ കണ്ടിട്ടുണ്ട്, നമ്മൾ ഉദ്ദേശിച്ച കളറ് കാര്യങ്ങളൊക്കെ അതിനകത്ത് വന്നിട്ടുണ്ട്. പക്ഷേ നമ്മുടെ കൈ കിട്ടുമ്പോൾ സാമ്പിൾ കറക്റ്റ്, പക്ഷേ ഡിസ്ക്രിപ്ഷൻ നമ്മൾ വായിച്ചതുപോലെ അതിൻ്റെ റാമോ അല്ലെങ്കിൽ അതിൻ്റെ ഏതെങ്കിലും ഈ പാർട്സുകളൊന്നും നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയില്ലെങ്കിൽ, നമ്മൾ ഉദ്ദേശിച്ച ക്വാളിറ്റി നമുക്ക് കിട്ടിയില്ല എങ്കിൽ ആ ഒരു ബയ്യറിന് എന്തോ ചെയ്യാൻ പറ്റും, ആ ഗുഡ്സ് റിജക്റ്റ് ചെയ്യാനുള്ള അവകാശമുണ്ട്, റൈറ്റ് ഉണ്ട്. ഓക്കെ, അപ്പം നമ്മുടെ സാമ്പിളും ഡിസ്ക്രിപ്ഷനും ഒരുപോലെ ടാലി ആയിരിക്കണം. അതാണ് സെക്കൻഡ് സെൻറ്റൻസിൽ പറഞ്ഞത്. ഇൻ ദ കേസ് ഓഫ് ഗുഡ്സ് കറസ്പോണ്ട് വിത്ത് സാമ്പിൾ ബട്ട് ഡു നോട്ട് ടാലി വിത്ത് ഡിസ്ക്രിപ്ഷൻ ഓർ വൈസ് വേഴ്സ ഓർ ബോത്ത് ദ ബയ്യർ ക്യാൻ റെപ്യൂഡിയേറ്റ് ദ കോൺട്രാക്ട്. ബയ്യറിന് എന്തിനുള്ള അവകാശമുണ്ട്, സാമ്പിളും ഡിസ്ക്രിപ്ഷനും ടാലി ആയില്ലെങ്കിലോ അല്ലെങ്കിൽ സാമ്പിൾ കറക്റ്റായിട്ട് വന്നാൽ ഡിസ്ക്രിപ്ഷൻ കറക്റ്റായിട്ട് വന്നിട്ടില്ലെങ്കിലോ നമ്മുടെ ബയ്യറിന് ആ ഒരു കോൺട്രാക്റ്റ് റെപ്യൂഡിയേറ്റ് ചെയ്യാൻ, ടെർമിനേറ്റ് ചെയ്യാനുള്ള അവകാശം നമ്മുടെ ബയ്യറുണ്ട്. അതാണ് സെയിൽ ബൈ സാമ്പിൾ ആസ് വെൽ ആസ് ഡിസ്ക്രിപ്ഷൻ്റെ കേസിൽ പറയുന്നത്. ഇനി ഫിഫ്ത്ത് വൺ, കണ്ടീഷൻ ആസ് ടു ക്വാളിറ്റി ഓർ ഫിറ്റ്നസ്. കണ്ടീഷൻ ആസ് ടു ക്വാളിറ്റി ഓർ ഫിറ്റ്നസ്. നമ്മളൊരു ഗുഡ്സ് വാങ്ങിക്കുമ്പോൾ നമ്മുടെ പർപ്പസ്, നമ്മൾ എന്ത് പർപ്പസിനാണ് വാങ്ങിക്കുന്നത്, ആ ഒരു പർട്ടിക്കുലർ പർപ്പസിന് ആ ഒരു ഗുഡ്സ് ഫിറ്റ് ആണോ, അതിന് ക്വാളിറ്റി ആണോ എന്ന് ആരാ ചെക്ക് ചെയ്യേണ്ടത്? ഈ ഒരു കേസിൽ നമ്മുടെ സെല്ലർ അല്ല ചെക്ക് ചെയ്യേണ്ടത്, നമ്മുടെ ബയ്യറാണ് ചെക്ക് ചെയ്യേണ്ടത്. ഇപ്പം നിങ്ങൾ ചിന്തിക്കും, പിന്നെ എന്തുകൊണ്ടാണ് അതിന് ഇംപ്ലൈഡ് കണ്ടീഷനിൽ വന്നതെന്ന് പറഞ്ഞുതരാം. ചില എക്സംഷൻ കേസസിനകത്തുണ്ട്. നോർമലി ഉള്ള കേസിൽ ജനറലി ഒരു ബയ്യറാണ് തൻ്റെ ആ ഒരു പർട്ടിക്കുലർ പർപ്പസിന് വേണ്ടി ഈ ഒരു ഗുഡ്സ്
തൻ്റെ ആ പറഞ്ഞ ഫിറ്റാണോ, ആ ഒരു ക്വാളിറ്റി ഒക്കെ ഉണ്ടോ എന്ന് ആരാ നോക്കി വാങ്ങിക്കേണ്ടത്? നമ്മുടെ ബയ്യറാണ് നോക്കി വാങ്ങിക്കേണ്ടത്. അത് നമുക്ക് എന്തോ പറയാൻ പറ്റും? ഡോക്ട്രിൻ ഓഫ് കാവിയറ്റ് ടെംപ്റ്റർ. നമ്മളത് ഈ ഒരു ചാപ്റ്റർ നമ്മൾ പഠിക്കും. നമ്മുടെ ലോയിൽ പറഞ്ഞ ടേമാണ് ഡോക്ട്രിൻ ഓഫ് കാവിയറ്റ് ടെംപ്റ്റർ. അതായത് ലെറ്റ് ദ ബയർ ബിവെയർ. അതായത് ബയ്യറാണ് അവിടെ ബിവെയർ ആവേണ്ടത്, ബയ്യറാണ് അവിടെ അവെയർ ചെയ്യേണ്ടത്. തൻ്റെ ഒരു പർട്ടിക്കുലർ പർപ്പസിന് ഇത് ചേരുന്നതാണോ. അല്ലാതെ സെല്ലർ നല്ല അറിയുന്നത് താൻ ഏത് പർപ്പസിനാണ് ഇതാവുന്ന സെല്ലർ നല്ല അറിയുന്നത്. സെല്ലറിന് വേണം നിർദ്ദേശിച്ചു കൊടുക്കാം, ഇന്ന പ്രൊഡക്റ്റ് നല്ലതാണ് സെല്ലറിന് നിർദ്ദേശിച്ചു കൊടുക്കാം. പക്ഷേ അവിടെ തീരുമാനമെടുക്കണമെന്നും ആ ഗുഡ്സ് തൻ്റെ പർപ്പസിന് ചേരുന്നതാണെന്ന് നോക്കേണ്ടതും ആരാണ്? നമ്മുടെ ബയ്യറാണ്. ഇനി ഇതിൽ കുറച്ച് എക്സെപ്ഷണൽ കേസസ് ഉണ്ട്, അതാണ് നമ്മൾ താഴെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ലേറ്റർ ഓൺ ഇഫ് ദ ഗുഡ്സ് ഡസ് നോട്ട് ടേൺ ഔട്ട് to be as per his purpose, the seller cannot be asked to compensate him. This is based on the famous doctrine of caveat emptor, which means let the buyer beware. However, there are some exception to this which are as under: if the buyer can made known to the seller the purpose of his purchase and relied upon skill and judgment of the seller to select the best goods, and seller has ordinary ബി ഡീലിംഗ് ഇൻ ദോസ് ഗുഡ്സ്. അതായത് എന്താ പറയുന്നത്, ഇവിടെ എക്സംഷൻ ഉണ്ട് ഞാൻ പറയാൻ കാരണം, നമ്മുടെ ബയ്യറിന് ആ ഒരു ഗുഡ്സിനെ പറ്റി അത്ര പിടിയില്ല, അല്ലെങ്കിൽ ഇതിൻ്റെ ഗുണങ്ങളെപ്പറ്റി അത്ര പിടിയില്ല എങ്കിൽ ആർക്ക് സഹായിക്കാം? നമ്മുടെ സെല്ലറിന് സഹായിക്കാം. അവിടെ സെല്ലർ എന്തെങ്കിലും ഒളിച്ചു വെച്ച് എന്തെങ്കിലും മോശമായ ഗുഡ്സാ അദ്ദേഹത്തിനെ സഹായിക്കണം. അതായത് അദ്ദേഹത്തിന് സെല്ലറിൻ്റെ സ്കില്ലും ജഡ്ജ്മെൻറ്റും അദ്ദേഹത്തിന് ആവശ്യം റിലേ ചെയ്യാൻ അദ്ദേഹം ആശ്രയിക്കുന്ന ടൈമിൽ നമ്മുടെ സെല്ലർ എന്തെങ്കിലും കള്ളത്തരം കാണിച്ചാൽ അവിടെ ആ ഗുഡ്സ് റിജക്റ്റ് ചെയ്യാനുള്ള അവകാശം ആർക്കുണ്ട്? നമ്മുടെ ബയ്യറിനുണ്ട്. എന്നാൽ ഒരു നോർമൽ കേസിൽ ബയ്യറിന് അങ്ങനൊരു അവകാശമില്ല. കാരണം ബയ്യറിന് സ്വയമായിട്ട് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന കേസിലാണ് എങ്കിൽ, ആ ഒരു പർട്ടിക്കുലർ പർപ്പസ് തന്നെ ഗുഡ്സ് ഫിറ്റാവുന്ന തനിക്ക് സ്വയമായിട്ട് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന കേസിലാണെങ്കിൽ ബയ്യറിന് ആ ഗുഡ്സ് റിജക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. എങ്കിൽ അവിടെ ഒരു എക്സംഷൻ കേസ് വരുന്നത് ബയ്യറിന് തൻ്റെ പർപ്പസിന് ഈ ഒരു ഗുഡ്സ് ഫിറ്റ് ആവുമെന്ന് അറിയാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ, അല്ലെങ്കിൽ സെല്ലറിൻ്റെ സ്കില്ലോ ജഡ്ജ്മെൻറ്റോ റിലേ ചെയ്യുന്ന അവസ്ഥയിലാണ് എങ്കിൽ അവിടെ എന്തോ ചെയ്യാൻ പറ്റും? നമ്മുടെ ബയ്യറിന് ആ ഗുഡ്സിൽ എന്തെങ്കിലും ഡിഫക്റ്റീവ് വരുവാണെങ്കിൽ, ബയ്യറിന് ആ ഗുഡ്സ് സ്യൂട്ട് ആവുന്നില്ലെങ്കിൽ അത് റിജക്റ്റ് ചെയ്യാനുള്ള അവകാശം ആർക്കുണ്ട്? നമ്മുടെ ബയ്യറിന് ഉണ്ട്. ഇനി 6th വൺ എന്താ പറയുന്നത്? കണ്ടീഷൻ ആസ് ടു മെർക്കൻറ്റബിലിറ്റി. മെർക്കൻറ്റബിലിറ്റിയുടെ മീനിങ് എന്താണ്? അതായത് കച്ചവട യോഗ്യമായ ചരക്കുകൾ അല്ലെങ്കിൽ കച്ചവട യോഗ്യമായ നമ്മുടെ സാധനങ്ങൾ നോക്കാം. ഇഫ് ദ ഗുഡ്സ് ആർ ബോട്ട് ബൈ ബയ്യർ ബൈ ഡിസ്ക്രിപ്ഷൻ ഫ്രം ദ സെല്ലർ, then there is an implied condition that goods shall not be merchantable quality. There shall be no implied condition in relation to defective if the buyer has examined the goods before purchase. അതായത് നമ്മുടെ ബയ്യർ ഡിസ്ക്രിപ്ഷൻ വഴി ആ ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ സെല്ലർ ഡിസ്ക്രിപ്ഷൻ കാണിച്ചുകൊണ്ട് ആ ബയ്യറിന് ഗുഡ്സ് വിൽക്കുന്നതെങ്കിൽ അതിലെന്തെങ്കിലും ഡിഫക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ വരികയാണെങ്കിൽ നമ്മുടെ ബയ്യറിന് എന്തോ ചെയ്യാൻ പറ്റും? ആ ഗുഡ്സ് റിജക്റ്റ് ചെയ്യാനുള്ള അവകാശമുണ്ട്. അത് പക്ഷേ എങ്ങനെ സെയിൽ നടത്തുമ്പോൾ? ആ ഡിസ്ക്രിപ്ഷൻ വഴിയാണ് അവർ സെയിൽ ബൈ ഡിസ്ക്രിപ്ഷൻ ആണ് എങ്കിൽ മാത്രമേ ആ ഒരു ഗുഡ്സ് നമ്മുടെ കച്ചവടത്തിന് യോഗ്യമായിട്ടുള്ള ഗുഡ്സ് ആണോ എന്ന് നമ്മുടെ ബയ്യറിന് കച്ചവടം യോഗ്യമായുള്ള ഗുഡ്സ് അല്ല തനിക്ക് കിട്ടുന്നതെങ്കിൽ അത് ബയ്യറിന് റിജക്റ്റുള്ള അവകാശമുള്ളൂ. എങ്കിൽ ഡിസ്ക്രിപ്ഷനുള്ള മറ്റേതെങ്കിലും വഴി അദ്ദേഹം സെയിൽ നടത്തുന്നതെങ്കിൽ പർച്ചേസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിന് അറിയാമായിരിക്കുമല്ലോ. അതായത് നമ്മുടെ ലെറ്റ് ദ ബയ്യർ ബിവെയർ. ബയ്യറാണല്ലോ അവിടെ തീരുമാനിക്കുന്നത് തൻ്റെ കച്ചവട യോഗ്യമായ ഗുഡ്സ് ആണോ എന്ന് ആരവിടെ തീരുമാനിക്കേണ്ടത്? ബയ്യറാണ് തീരുമാനിക്കുന്നത്. പക്ഷേ ഇവിടെ ഡിസ്ക്രിപ്ഷൻ വഴിയാണ് നമ്മുടെ സാധനങ്ങൾ വിൽക്കുന്നതെങ്കിൽ അവിടെ നമ്മുടെ ബയ്യറിന് എന്തെങ്കിലും ഡിഫക്റ്റീവായിട്ട് ഗുഡ്സിൽ ഉണ്ടാവുകയാണെങ്കിൽ, ആ ഒരു ഗുഡ്സ് ഡിഫക്റ്റീവ് ആണെങ്കിൽ ആ ഒരു ഗുഡ്സ് റിജക്റ്റ് ചെയ്യാനുള്ള അവകാശം ആർക്കുണ്ട്? ബയ്യർ ക്യാൻ റിജക്ട് ദ ഗുഡ്സ്. ബയ്യറിന് ആ ഗുഡ്സ് റിജക്റ്റ് ചെയ്യാനുള്ള അവകാശം ബയ്യറിന് ഉണ്ട്. ഇനി കണ്ടീഷൻ ആസ് ടു ഹോൾസംനെസ് എന്ന് പറഞ്ഞാൽ ആരോഗ്യദായകമായ, അതായത് നമ്മുടെ ആരോഗ്യത്തിനും കൂടെ നല്ല ഇതുള്ള ഗുഡ്സ് ആയിരിക്കണം, നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കുന്ന ഗുഡ്സ് ആയിരിക്കണം. അങ്ങനെയുള്ള ഗുഡ്സ് അല്ലാതെ മറ്റേതെങ്കിലും ഗുഡ്സ് ആ സെല്ലർ ബയ്യറിനെ വിൽക്കുന്നതെങ്കിൽ ആ ഒരു ഗുഡ്സ് റെപ്യൂഡിയേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ആ ഒരു കോൺട്രാക്റ്റ് റെപ്യൂഡിയേറ്റ് ചെയ്യാനോ ആ ഒരു ഗുഡ്സ് റിജക്റ്റ് ചെയ്യാനോ ഉള്ള റൈറ്റ് ആർക്കുണ്ട്? നമ്മുടെ ബയ്യറിനുണ്ട്. നോക്കാം. ഇൻ ദ കേസ് ഓഫ് ഇനേബിൾസ് ആൻഡ് പ്രൊവിഷൻസ് ഇൻ അഡീഷൻ ടു ദ ഇംപ്ലൈഡ് കണ്ടീഷൻ ആസ് ടു മെർക്കൻറ്റബിലിറ്റി, there is another implied condition that the good shall be wholesomeness fit for the consumption. ഞാൻ പറഞ്ഞ കേസ് തന്നെ, അതായത് ഇതിനൊരു കേസ് സ്റ്റഡി എന്നോണ്ട് എന്ന് പറയുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ അയാൾ
മിൽക്ക് വാങ്ങിക്കുകയായിരുന്നു. ആ മിൽക്കിനകത്ത് എന്തോ ഒരു ജെയിംസ് അടങ്ങിയിട്ടുണ്ട്. ആ ജെയിംസിൻ്റെ പേര് എനിക്ക് കറക്റ്റ് ഓർമ്മ കിട്ടുന്നില്ല. ടൈഫോയിഡ് ജെയിംസ് എന്നാണ് തോന്നുന്നു. അപ്പം ആ ഒരു ജെയിംസ് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് ആ ഒരു മിൽക്ക് ടൈഫോയിഡ് ജെയിംസ് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ അത് നമ്മുടെ ആരോഗ്യത്തിന് ദോഷമായത് കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വൈഫ് അത് കുടിച്ചു. അത് ഇങ്ങനൊരു ജെയിംസ് അടങ്ങിയ കാര്യം, അല്ലെങ്കിൽ ഇങ്ങനെ ടൈഫോയിഡ് ജെയിംസിനകത്തുള്ള കാര്യം അറിയാതെ അദ്ദേഹത്തിൻ്റെ എന്ന് പറഞ്ഞ ആ വ്യക്തിയുടെ വൈഫ് അത് കുടിക്കുകയും അവർക്ക് ഇഞ്ചുറി പറ്റുകയും അവർ മരണപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ എക്ക് ആ ഒരു ആൾക്കെതിരെ കേസിന് പോകാമായിരുന്നു. അപ്പം അങ്ങനൊരു കേസ് സ്റ്റഡി ഇതിൻ്റെ പുറകിലുണ്ട്. അപ്പം അതറിയാവുന്നവർ ആ കേസ് സ്റ്റഡി എക്സാമിന് വേണ്ടി എഴുതാൻ വേണ്ടി ശ്രമിക്കാം. അപ്പം ഞാൻ ഇന്ന് ക്ലാസ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഇത്രയും ഒരു പോർഷനാണ്. വളരെ ചെറിയൊരു പോർഷനാണ്. ഇപ്പം നമുക്കിനി അടുത്തുണ്ട് ഇംപ്ലോയ്ഡ് വാറൻറ്റീസ് ഉണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, എല്ലാവർക്കും ഇത്രയും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.